ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് ബിഷ്ണോയി പ്രസ്ഥാനം. 1730 ബിഷ്ണോയി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1730 അതായത് രാജസ്ഥാനിലെ ബിഷ്ണോയി എന്ന ഗ്രാമത്തിൽ ജോധ്പൂർ രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാര നിർമ്മാണത്തിന് ആവശ്യമായിട്ട് മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചു. അതിനെതിരെ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് അതിനെതിരെ എതിർത്ത ഒരു സമരമാണ് ബിഷ്ണോയി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇത് രാജസ്ഥാനിലെ ഗജാർലി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. രാജസ്ഥാനിലെ ഗജാർലി എന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് അമൃതാദേവി ബിഷ്ണോയി ആണ്. ബിഷ്ണോയി ആണ്. ഇതിന് നേതൃത്വം നൽകിയ സന്യാസി ആര് എന്ന് ചോദിച്ചാൽ അത് സോംബാജിയാണ്. സോംബാജി. എന്താണ് ചിപ്കോ പ്രസ്ഥാനം? അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ സമര പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേതും നിർണായകവുമായ ഒന്നാണ് ചിപ്കോ പ്രസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ സമരവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ചിപ്കോ പ്രസ്ഥാനം. 1973 ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഉത്തർപ്രദേശിലെ ചമോലി എന്ന ജില്ലയിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഉത്തർപ്രദേശിൽ നിന്ന് ആരംഭിച്ച് ഹിമാലയ പ്രദേശങ്ങൾ വരെ വ്യാപിച്ച ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു ഇത്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ആപ്തവാക്യമാണ് ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്നത്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ചേർന്ന് നിൽക്കുക എന്നാണ്. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർന്ന് നിൽക്കുക എന്നാണ്. അതായത് ഹിമാലയൻ മലനിരകളിലെ വൃക്ഷങ്ങൾ മുറിക്കാനായിട്ട് അന്നത്തെ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. ഇതിനെതിരെ നടത്തിയ ഒരു സമരമായിരുന്നു ചിപ്കോ പ്രസ്ഥാനം. ഇതിന് നേതൃത്വം നൽകിയതാളാണ് സുന്ദർലാൽ ബഹുഗുണ. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ തെഹരി എന്ന സ്ഥലത്തിനടുത്തുള്ള മറോദ എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1980 മുതൽ 2004 തെഹരി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാന മുന്നണി പോരാളി കൂടിയായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. ഇദ്ദേഹത്തിന് 2009 ജനുവരി 26 പത്മഭൂഷൺ ലഭിച്ചിരുന്നു. മരം മുറിക്കലിനുമെതിരെ ഹിമാലയൻ മലനിരകളിൽ ഉടനീളം അദ്ദേഹം കാൽനട പ്രചാരണ യാത്ര സംഘടിപ്പിച്ചു. ഈ പ്രദേശത്തെ മരം മുറിക്കുന്നത് 15 വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി, അതായത് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി 1980 ഉത്തരവ് പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ സുന്ദർലാൽ ബഹുഗുണയ്ക്കൊപ്പം ഈ പ്രക്ഷോഭത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ചണ്ഡി പ്രസാദ് ഭട്ട്. പിന്നീട് 1987 റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ലഭിച്ച പ്രസ്ഥാനം കൂടിയാണ് ചിപ്കോ പ്രസ്ഥാനം. സൈലന്റ് വാലി സംരക്ഷണ സമിതി 1973 ഇത് രൂപം കൊള്ളുന്നത്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്നൊരു നദിയാണ് കുന്തിപ്പുഴ. അതിൽ സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാനായിട്ട് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിനെതിരെ, അതായത് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതിക്കെതിരെ രൂപം കൊണ്ടതാണ് സൈലന്റ് വാലി സംരക്ഷണ സമിതി. ഇതിന്റെ ഭാഗമായിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ സമരത്തെ പിന്തുണച്ചു. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MGK മേനോൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1980 ബീഹാറിൽ ആരംഭിച്ച ഒന്നാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്നത്. ഇതിന് നേതൃത്വം നൽകിയത് സിംഗ്ബം ജില്ലയിലെ ആദിവാസികളാണ്. ഈ സമരം എന്താണെന്ന് വിചാരിച്ചാൽ അവിടുത്തെ വനങ്ങളിലെ സാധാരണ മരങ്ങളെല്ലാം മുറിച്ച് വില കൂടിയ തേക്ക് മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ഒരു സമരമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്നത്. അടുത്തതാണ് അപ്പിക്കോ പ്രസ്ഥാനം കർണാടകയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. 1983 ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം കൂടിയാണ്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ഉത്തര കർണാടകയിൽ വനങ്ങളിലെ സാധാരണ മരങ്ങൾ മുറിച്ച് വില കൂടിയ തേക്ക് മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനെതിരെ രൂപം കൊണ്ട
ഒരു പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കുക. അതായത് ഉത്തര കർണാടകയിൽ രൂപം കൊണ്ടതാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഈ അപ്പിക്കോ എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? ആലിംഗനം ചെയ്യുക എന്നതാണ്. ഇത് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ രൂപീകരിച്ചതാണ് ആരാണ്? പാണ്ഡുരംഗ് ഹെഗ്ഡെ എന്ന ആളാണ് ഇത് രൂപീകരിച്ചത്. അടുത്തതാണ് തരുൺ ഭാരത് സംഘ്. 1985 രാജസ്ഥാനിൽ രൂപം കൊണ്ട ഒന്നാണിത്. ജലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് രൂപം കൊണ്ടത്. പ്രധാന നേതാവ് രാജേന്ദ്ര സിംഗ് ആണ്. അടുത്തതാണ് നവധാന്യ പ്രസ്ഥാനം. 1987 നവധാന്യ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വിചാരിച്ചാൽ കാർഷിക പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിത്തിനെയും സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നവധാന്യം എന്ന പേരിന് അർത്ഥം എന്താണ്? 9 ധാന്യ വിത്തുകൾ എന്നതാണ്. ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ആരാണ്? വന്ദന ശിവയാണ്. റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോളജി എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. മദർ എർത്ത് എന്ന സംഘടനയോട് ചേർന്നാണ് ഇന്ന് ഈ പ്രസ്ഥാനം, അതായത് നവധാന്യ പ്രസ്ഥാനം ഇന്ന് പ്രവർത്തിച്ച് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. 1730 ബിഷ്ണോയി പ്രസ്ഥാനം, പിന്നീട് 1773 ചിപ്കോ പ്രസ്ഥാനം, 1973 സൈലന്റ് വാലി സംരക്ഷണ സമിതി, 1980 ജംഗിൾ ബചാവോ ആന്തോളൻ, 1983 അപ്പിക്കോ പ്രസ്ഥാനം, 1985 നർമ്മദ ബചാവോ, 1985 തരുൺ ഭാരത് സംഘ്, 1987 നവധാന്യ പ്രസ്ഥാനം. ഇത്രയുമാണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.